സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 65:11 തിരുവചനം. നീ അഥവാ ദൈവം സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 65-ാം സങ്കീർത്തനം 11-ാം തിരുവചനത്തിൽ ദൈവം നമ്മുടെ മുമ്പിലുള്ള കാലത്തെ, ആണ്ടുകളെ, സംവത്സരത്തെ അഥവാ വർഷങ്ങളെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മുടെ ആണ്ടുകളെ, നമ്മുടെ സമയങ്ങളെ, നമ്മുടെ സംവത്സരങ്ങളെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ വർഷങ്ങൾ ലഭിക്കുന്നത്, കാലം ലഭിക്കുന്നത്, സംവത്സരങ്ങൾ ലഭിക്കുന്നത്, ആണ്ടുകൾ ലഭിക്കുന്നത്, സമയം ലഭിക്കുന്നത് എന്നാണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥമായി നാം കാണുന്നത്. അലങ്കരിക്കുക എന്നുള്ള പദം, അതിനർത്ഥം നമുക്കറിയാമല്ലോ. പല അലങ്കാരങ്ങൾ, നാം വീട് അലങ്കരിക്കുന്നു, അതുപോലെ നാം നമ്മുടെ വാഹനങ്ങൾ അലങ്കാരത്തിനു വേണ്ടി എല്ലാ പേരും വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള സംവത്സരത്തെ, ആണ്ടുകളെ, വർഷങ്ങളെ, കാലത്തെ നമുക്ക് വീണ്ടും അനുഭവിപ്പാൻ തക്കവണ്ണം അലങ്കരിച്ച് നൽകുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, പ്രത്യുത ദൈവപ്രവൃത്തിയാണ്. ഓരോ മനുഷ്യനെയും സംവത്സരങ്ങളെ ഒരു പുതിയ നന്മയായി, ഒരു പുതിയ വർഷമായി അലങ്കരിച്ച്, ആശീർവദിച്ച്, അനുഗ്രഹിച്ച് നൽകുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സംവത്സരങ്ങളെ ദൈവം നന്മ കൊണ്ട് വീണ്ടും വീണ്ടും അലങ്കരിക്കുന്നത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പുതിയ പുതിയ സംവത്സരങ്ങൾ അഥവാ ആണ്ടുകൾ, വർഷങ്ങൾ ലഭിക്കുന്നത്. ദൈവം നമ്മുടെ കാലഗതി അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ആ സർവശക്തനായ ദൈവം നാം വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അറിയുന്നതുകൊണ്ട് ദൈവം നമ്മുടെ മേൽ തൻ്റെ കൃപ വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ വർഷങ്ങൾ നമുക്ക് ദാനം ചെയ്യുന്നു. അതുകൊണ്ട് നാം ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. 116-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ അഥവാ ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ ദൈവത്തിന് എന്ത് പകരം കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് ദൈവം ചെയ്ത നന്മകൾക്ക് അഥവാ നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ച് തന്നതിന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുവാൻ മനുഷ്യന് കഴിയുമോ? ആ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ അഥവാ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നാണ്. മാത്രമല്ല, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ ദൈവത്തിൻ്റെ സകല ജനവും കാണുക കഴിക്കുമെന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സങ്കീർത്തനക്കാരൻ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന് പ്രത്യുപകാരമായി നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇതോരോ മനുഷ്യനെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും. ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച, ദൈവം നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ച, ദൈവം നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച വിധങ്ങളെയാണ്
116 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ടാണ് താൻ ദൈവം ചെയ്ത നന്മകൾക്ക് ഉപകാരമായി പ്രാർത്ഥിക്കുമെന്നും നേർച്ചകളെ കഴിക്കുമെന്നൊക്കെ പറയുന്നത്. നമുക്കും ദൈവം പുതിയൊരു വർഷം ദാനമായി നൽകിയിരിക്കുന്നു. 2025 വർഷം നമ്മെ വിട്ട് കടന്നു പോയിരിക്കുന്നു. 2026 എന്ന പുതിയ വർഷത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതുകൊണ്ടാണ് ഈ പുതിയ വർഷം കാണുവാൻ നമുക്കിടയായത്. ദൈവം നൽകിയ ചെറുതും വലുതുമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും നന്മകൾക്കും നന്ദിയുള്ളവരായി നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും